കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ഈ പുതിയ ദിവസം സ്വർഗീയപിതാവിൻ്റെ ദാനമായി നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഓരോ നിമിഷവും എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും ഞാൻ വന്ദനം പറയുകയും ചെയ്യുന്നു. ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമന്നൊഴിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും അതോടൊപ്പം തന്നെ ദൈവിക വിടുതലും ഓരോരുത്തരുടെ മേലും കർത്താവ് പകരട്ടെ. ശത്രു ഒരുക്കുന്ന അല്ലെങ്കിൽ പിശാചൊരുക്കുന്ന എല്ലാ കെണികളിൽ നിന്നും സ്വർഗീയപിതാവ് നമ്മളെ വിടുവിക്കട്ടെ. ശത്രു എന്ന പേര് പറയുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കാം, അതുകൊണ്ടാണ് പിശാച് എന്ന് എടുത്തു പറഞ്ഞത്. നമുക്ക് ഈ ലോകത്തിൽ മനുഷ്യരാരും ശത്രുക്കളില്ല. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യം വായിക്കട്ടെ. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം ഏറ്റവും കുറച്ച് കാണുവാൻ ഉതകുന്ന ഒരു വേദഭാഗമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ദൈവത്തെ പല നിലകളിലാണ് തിരുവചനം പരിചയപ്പെടുത്തുന്നത്. ദൈവത്തെ പല സംബോധനകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു കാര്യമാണ് ദൈവം നമ്മുടെ മഹായിടയനും നമ്മൾ അവൻ്റെ കൈക്കീഴിലെ ആടുകളും എന്ന ബന്ധം. ഇവിടെ അപ്പസ്തോലൻ പറയുന്നത് ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. ആടുകളെ കൂട്ടം കൂട്ടമായി വളർത്തുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, പലസ്തീനിലും ജെറുസലേമിലും ഒക്കെ. എണ്ണത്തിൽ എത്രയധികം ഉണ്ടെങ്കിലും അവയ്ക്ക് ഇടയൻ ഒന്നു മാത്രമേ ഉണ്ടാവൂ. ഇങ്ങനെ ഓരോ കൂട്ടത്തിനും ഓരോ ഇടയൻ ഉണ്ടായിരിക്കെ മറ്റു പല കൂട്ടങ്ങളുടെ ഇടയന്റെ ശബ്ദം ഈ ആടുകൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും തങ്ങളുടെ ഇടയന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഇടയന്റെ പിന്നാലെ ഇത് പോവുകയും ചെയ്യും. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായ കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഇത്രയും വ്യക്തമായൊക്കെ യേശു അവരോട് പറഞ്ഞിട്ടും തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നത്, എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നതെന്ന് അവർ ഗ്രഹിച്ചില്ല എന്നാണ്. നമുക്കും പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്ന് അല്ല, ഏറ്റവും വലിയ അബദ്ധം ദൈവത്തെയും ദൈവത്തിന്റെ ശബ്ദത്തെയും വേണ്ട നിലകളിൽ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. പിച്ച വെച്ച് നടക്കാൻ പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും പ്രായമായ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹം വരെ മിക്കവാറും എല്ലാത്തരം മൊബൈൽ ഫോണുകളും ഉപയോഗിക്കുവാൻ അറിയുന്നവരാണ്. പല മാതാപിതാക്കന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരുപക്ഷെ 3, 4, 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കിയായിരിക്കും അവർ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അവൻ്റെ കയ്യിലിട്ട് കൊടുക്ക്, അവൻ പെട്ടെന്ന് അത് ശരിയാക്കി തരും. മൊബൈൽ ഫോണിന്റെ കാര്യമാണ് പറഞ്ഞത്. മൊബൈൽ ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്താൽ അവന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന്. എന്നാൽ ആ കുഞ്ഞിന് ദൈവശബ്ദം എന്തെന്നറിയാൻ ആ മാതാപിതാക്കന്മാർ എത്ര പരിശ്രമിക്കുന്നുണ്ട്, പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് ചിന്തനീയമായ കാര്യമാണ്. ഈ തലമുറയിലെ വലിയൊരു വിഭാഗം യുവത്വവും അല്ല, എല്ലാ വിഭാഗം ആളുകളിലും എല്ലാ പ്രായക്കാരിലും തന്നെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം അനുദിനമല്ല അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ അക്രമ സംഭവങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ വളരെ പ്രധാനമായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ദൈവശബ്ദം ഇവർ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ്. ദൈവശബ്ദം തിരിച്ചറിയുന്ന ഒരു വ്യക്തി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ല. ഇങ്ങനെ വേദനിപ്പിക്കുകയല്ല, അവന്റെ വേദന തിരിച്ചറിഞ്ഞ് അവൻ ആശ്വാസം പകരുകയാണ് ചെയ്യുന്നത്. ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പലരുടെയും വിചാരം. അല്ല, ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നത്, ആ ശബ്ദപ്രകാരം അതിനനുസരിച്ച് ജീവിക്കുന്നത് തീർച്ചയായിട്ടും ചിലപ്പോൾ നമുക്ക് പ്രാരംഭഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം. എങ്കിൽ പോലും ഓരോ ദിവസം കഴിയും തോറും ദൈവത്തോട് നമ്മൾ എത്രമാത്രം അടുക്കുന്നു അതിനനുസരിച്ച് ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി നമ്മൾ കാതോർക്കാൻ തുടങ്ങും. നമ്മുടെ സമയങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങും. ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് കമ്പ്യൂട്ടർ വൈജ്ഞാനികതയും അനുബന്ധ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മനസ്സിലാക്കലുമല്ല. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സമൂഹം വളരുന്നതിനനുസരിച്ച് ഇതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും തയ്യാറാകത്രത്തോളം കാലം ഈ അറിവ് കൊണ്ടൊന്നും മാനവരാശിക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നാമതായി ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കാൻ തയ്യാറാവുകയും ദൈവാത്മാവിന്റെ നടത്തിപ്പ് തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിന് അനുസരണമായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതും ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ രണ്ടാമത് വായിച്ചല്ലോ, തൻ്റെ ആടുകളെ
അവൻ പേർ ചൊല്ലി വിളിക്കുന്നു, അവയെ പുറത്തു കൊണ്ടുപോകുന്നു. മാത്രമല്ല, അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ഈ ഇടയൻ കാണിക്കുന്ന വഴിയെ നടക്കുന്ന ഏതൊരാളും തെറ്റിപ്പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഈ നല്ല ഇടയന്റെ പിന്നാലെ നടക്കുവാൻ തീരുമാനിക്കുന്ന ഏതൊരു വ്യക്തിയും അവരുടെ ജീവിത വഴികളിൽ ഒരിക്കൽ പോലും തെറ്റായ പാതകളിൽ സഞ്ചരിക്കുകയില്ല. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്, അല്ല അത്യന്താപേക്ഷിതമായിരിക്കുന്നത്, നല്ല ഇടയനായ യേശുവിൻ്റെ ശബ്ദവും യേശുവിനെ അനുകരിക്കുന്ന സ്വഭാവവുമാണ്. അതിന് എല്ലാവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയ മക്കൾക്കാട്ടും സ്തോത്രം. നല്ല ഇടയനായ അങ്ങയെ പിൻപറ്റി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.